സാറേ ഒരു കംപ്ലൈന്റ് ഉണ്ട്. രാവിലെ അലവലാദികൾ കയറി വരും. പോയ അവിടെ കാണാൻ ഇരിക്കടാ. ഹലോ, എന്തല്ലോ ഇവിടെ? താൻ എന്തിനാ വന്നേ? ബ്രോ വേറെ ഒന്നുമില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഓക്കെ, അതിൽ ലക്ഷങ്ങളായിട്ട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഓക്കെ, എനിക്ക് ഡെയിലി വീഡിയോസ് ഇടണം. അപ്പൊ നമ്മൾ ഒരു ഡ്രോൺ ചാലഞ്ച് ഉണ്ടാക്കി. അതിന് എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഓൾ എന്ത് ചെയ്ത്, ഓള് ഡ്രോൺ ഓൺ ആക്കിയിട്ട് അതിന്റെ മേലെ കയറി. എന്നിട്ട് അതിപ്പോ എൻ്റെ വീടിന്റെ മരത്തിന് മേലെ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ മരം കയറാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര കലിപ്പാട്ടാ. ഓക്കെ, അപ്പൊ ബ്രോ എന്ത് ചെയ്യണം? ബ്രോ ശരി, ഓക്കെ, ബ്രോ എന്ത് ചെയ്യണമെന്ന് അറിയാം. ബ്രോ ആ മരം പോയി കയറിയിട്ട് എന്റെ ബെസ്റ്റീനെയും ആ ഡ്രോണിനും ഒന്ന് ഇറക്കി തരണം. ഓക്കെ, അപ്പൊ അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ബ്രോ അത് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു. പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഞാൻ പരാതി തരാൻ വേണ്ടി വന്നതാണ്. എന്നടാ ആണെങ്കിലുള്ള എന്താ സാറേ പ്രശ്നം ഇവിടെ? എന്താ ഇങ്ങനെ ഓരോരുത്തന്മാര് തലതെറിച്ചവന്മാര് രാവിലെ മനുഷ്യന്റെ തലയ്ക്ക് വേനുണ്ടാക്കണം. വിട് സാറേ, ഇതൊക്കെ ഇങ്ങനത്തെ കുറെ കേസുകൾ എന്നും വരുന്നത്. സാറേ, എനിക്കൊരു പരാതിയുണ്ട്. ആ ശരി, ഇരിക്കെ. പറയെന്താ? ഗുഡ് മോർണിംഗ് സാർ. എന്താണ് അവിടെ? ഓ, അതൊന്നുമില്ല സാറേ. പിന്നെ നമ്മളെ ശശി സാറാണ് ഈ കോടതി വരെ പോയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള അവനൊരു യൂട്യൂബ് ചാനലാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ വേറൊരു കേസായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ അവരെ വിളിക്കട്ടെ? ആരാ? വിളിക്ക്. ആ, ഓക്കെ സാർ. നമസ്കാരം മാഡം. സാറേ, ഞാൻ ഇവിടെ ഒരു വലിയ പരാതിയായിട്ടാണ് വന്നത്. എനിക്കിവിടെ ഒരു വീടുണ്ട്. ഞാൻ എന്റെ മോളുടെ കൂടെ വെളിയിലാണ് താമസം. ഇവൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അത്യാവശ്യം ബ്രോക്കർ പരിചയം. ഇവനെ വിശ്വസിച്ച് ഇവൻ കാണിച്ചെന്ന ആൾക്കാർക്കാണ് ഞാൻ എന്റെ വീട് കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ വീടല്ല, വേറെ എന്തോ ആയി, ഒരു കാട് കണക്കായി തീരുന്നേക്കുവാ. എനിക്ക് എന്റെ വീട് തിരിച്ചു കിട്ടണം. ഇവനെ വിശ്വസിച്ചാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇപ്പം ഇവരെല്ലാം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവം. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട് തിരിച്ചു കിട്ടണം. അതിനാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്, ഈ പരാതി ഉള്ളത്. ഒന്നെങ്കിൽ എന്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ എന്തുവാ പരിഹാരമെന്ന് സാറൊന്ന് സംസാരിച്ച് അത് ക്ലിയർ ആക്കി തരണം. ഇതാണ് എന്റെ അപേക്ഷ. മാഡം, സത്യത്തിൽ എന്താണ് പ്രശ്നം? ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണോ? നമുക്ക് ശരിയായി കിടക്കുന്ന കാര്യമില്ലല്ലോ. എന്തോടാ പ്രശ്നം ശരിക്കും? സാറേ, ഇവര് പറയണതിൽ ഒരു കഥയില്ല. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ ഇതാണ് സ്ഥിതി. അതാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന് അറിയാല്ല, ഞാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആർക്കാണ് ഞാൻ ഉപകാരം ചെയ്യാത്തത്? എന്റെ അടുത്ത് വന്ന എല്ലാവർക്കും ഞാൻ ഉപകാരം ചെയ്തിട്ടുണ്ട്.
ഇവരും ഇതേപോലെ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാൻ എനിക്ക് അറിയാവുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇത്രേ ഉള്ളൂ. അതിനുശേഷം അത് കാടായി മലയായി എന്നൊക്കെ ചോദിച്ചാൽ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തിരക്കുകളില്ലേ? എത്ര ആൾക്കാർക്ക് ഞാൻ ഉപകാരം ചെയ്തിട്ട്, ഇപ്പൊ സാറിന് എന്നെ ഒരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരില്ലേ? അതേപോലെ ഒരു ഉപകാരം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അത് ഇപ്പൊ കുരിശായി, എന്റെ തലയിലേക്കായി. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. മാഡം പ്രതികരിക്കും, നമുക്ക് ഈ കാര്യം സോൾവ് ചെയ്യാം. ഡോണ്ട് വെറി. സാറേ ഞാൻ പറയുന്നു, ഈ ആൾക്കാരാണ് എന്റെ വീട് നശിപ്പിച്ചു വെച്ചേ. എനിക്ക് ഇതിന് പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഇവർ നഷ്ടപരിഹാരം തരണം, അല്ലെങ്കിൽ എന്റെ വീട് ഒഴിഞ്ഞു തരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ സാറ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. നമുക്ക് ശരിയാക്കാം മാഡം, എന്തിനാ അവരെ ടെൻഷൻ അടിക്കുന്നത്? ഓക്കെ, വിഷമിക്കണ്ട മാഡം, എല്ലാത്തിനും സൊല്യൂഷൻ ഇല്ലേ? ഡോണ്ട് വെറി. ശരിക്കും എന്താണ് പ്രശ്നം? എന്താണ് ഈ പ്രശ്നം? നമുക്ക് സോൾവ് ചെയ്യണ്ടേ? എന്താണ് ശരിക്കുള്ള പ്രശ്നം? പറയൂ. പറഞ്ഞോട്, വിഷമിക്കണം, ഞാനിവിടെ ഇല്ലേ. എന്ത് ചെയ്യണ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. എന്നോട് ചോദിക്കും സാറേ, എനിക്കല്ലേ പ്രശ്നം, എന്നോട് ചോദിക്കൂ എന്താ പ്രശ്നം എന്ന്. സാർ എന്താ എന്നോട് ചോദിക്കാത്തെ? ഞങ്ങൾ എന്താ ചെയ്യണ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. ഞങ്ങൾ എന്താ ചെയ്യണ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. നിങ്ങൾ എന്താ ചെയ്യണ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. പാണ്ടാറാളെ ഇറങ്ങി പുറത്തു പോകണം. രണ്ടിടത്തിന് ഞങ്ങൾ ആദിവാസിയല്ലേ. ഇതെന്താ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. ഇതെന്താ സാറേ, ഞങ്ങൾ ആദിവാസിയല്ലേ. ഞങ്ങൾ ആദിവാസിയല്ലേ. ഇതെന്താ സാറേ, എന്നെ പിടിച്ച് പുറത്തേക്ക്. പിന്നെ എന്താ സാറേ, ഇവനെ കറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ജയിലിൽ ആദിവാസിയല്ലേ. മഹാപട്ടം. ഇതെന്താ സാറേ, ഒന്ന് ഇറങ്ങി പോകല്ലേ, പുറത്തേക്ക് പോകാൻ. ഞങ്ങൾ ആദിവാസിയല്ലേ. പിടിച്ചോണ്ട് പോണോ? ഞങ്ങൾ ആദിവാസിയല്ലേ. കുട്ടി കുട്ടി പോവല്ലേ? കുട്ടി ഇവിടെ ഇരിക്കൂ. എന്താണ് പേര്? ഈ കേസൊക്കെ നമുക്ക് ഒതുക്കി തീർക്കണ്ടേ? ഞാൻ ഒതുക്കി തീർക്കാം. ഉമ്മാരു അയ്യോ, എന്റെ സാറേ, ഞങ്ങള് പാവങ്ങളാണ്. 50 ദിവസം കൂടുമ്പോഴേക്കേ കുളിക്കാറുള്ളൂ. ഈ ചൂലുകൊണ്ടാ വീട് മൊത്തം കാടാക്കിയത് ഞാൻ. പിന്നെ ചെവി ഭയങ്കര കടി. ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കറി വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ കഴിക്കും, ഭയങ്കര ടേസ്റ്റാ. സാറിന് വേണോ? പിന്നെ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം, എത്ര ഉമ്മ വേണമെങ്കിലും തരാം. വേണോ? ഉമ്മ വേണമെങ്കിലും തരാം സാറി. അയ്യോ, ആംബുലൻസ് വിടടാ വേഗം. അയ്യോ, ആംബുലൻസ് വിടുന്നത് ജീപ്പെടുക്കണം. ആംബുലൻസ് വിളി. രക്ഷിക്കണേ, ഒത്തിരി വേദനയുണ്ട് സാറേ. നിങ്ങളൊപ്പം ഞാൻ അയ്യോ, അയ്യോ, സത്യം എന്നെ കൊണ്ടോ, കൊണ്ടോ. അയ്യോ അയ്യോ, എനിക്ക് ജീവിക്കണം. അയ്യോ, അമ്മ
അയ്യോ അയ്യോ ഈ സാറിന് ഇത് വല്ലതും അറിയണോ? അവൻ അവന്റെ ബസ്സിയെ മരത്തി കയറ്റി. ആദിവാസി ചെറുക്കനെ ജയിലിലിട്ടിട്ട് അവൾ അവന്റെ കൂടെ പോയി. അവന്റെ കാര്യത്തിന് ഒരു തീരുമാനമായേ? സാറിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. ഈ കാട്ടുകോഴികൾക്ക് ഇങ്ങനെ തന്നെ വേണം. എന്തുപോയാലും പാമ്പ് പിടിച്ചില്ല, ചത്തു തൊള്ളട്ടെ, അങ്ങനെ തന്നെ വേണം. എന്നെ രക്ഷിക്കണേ, ബെസ്റ്റി ബെസ്റ്റി ഓടിവായോ. അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ.